നമസ്കാരം. ഇന്നത്തെ വീഡിയോ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയാണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ മിക്കവരും ഈ സ്മോൾ ക്യാപ്പ് ഫണ്ടിനെ പറ്റി അറിയുന്നവരായിരിക്കും. കുറേ പേരെങ്കിലും ഇത്തരം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുമായിരിക്കും. ഈ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളെ പറ്റി ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം ഇങ്ങനെയാണ്. അതായത് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ വളരെ ഉയർന്ന റിട്ടേൺ തരുന്നവയാണ്. ഒരു വർഷം 50% മുകളിലൊക്കെയാണ് ഇത്തരം ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ. എന്ന് മാത്രമല്ല, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് 1-2 വർഷം കൊണ്ടൊക്കെ നമ്മുടെ പണം ഇരട്ടിയാക്കാൻ പറ്റുന്ന ഇടമാണ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ. തീർന്നില്ല, റിച്ച് ആകാനുള്ള ഒരു എളുപ്പ വഴിയും ഈ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഇതൊക്കെ യാഥാർത്ഥ്യമാണോ? എന്താണ് ആക്ച്വലി ഈ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ? ശരിക്കും ആരാണ് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഇനി ആരൊക്കെയാണ് ഇത്തരം ഫണ്ടുകളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ലാത്തത്? തുടങ്ങി സ്മോൾ ക്യാപ്പ് ഫണ്ടുകളെ പറ്റി നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും, A to Z കാര്യങ്ങളും ഏറ്റവും സിമ്പിളായിട്ട്, ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമ്മൾ ആദ്യം നോക്കുന്നത് ഇതാണ്: എന്താണ് ഈ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ? സ്മോൾ ക്യാപ്പ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കമ്പനികളുടെ ഷെയറുകളിലേക്ക് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെ പറയുന്ന പേരാണ് സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞു: എന്താണ് ഈ സ്മോൾ ക്യാപ്പ് കമ്പനികൾ? ഇവിടെ ഈ ക്യാപ്പ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന ഒരു സംഗതിയെയാണ്. ഒരു കമ്പനിയുടെ മുഴുവൻ ഷെയറുകൾക്കും കൂടി എത്ര മൂല്യമുണ്ട്, ആ മൂല്യത്തിനെ പറയുന്ന പേരാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. വ്യക്തമാക്കി തരാം. സപ്പോസ് A ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഈ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിക്ക് മൊത്തം 1,00,000 ഷെയറുകളാണ് ഉള്ളത്. ഈ കമ്പനിയുടെ ഒരു ഷെയറിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 200 രൂപയാണ്. അപ്പൊ നമുക്കിവിടെ മാർക്കറ്റ് വാല്യൂ ഇൻറ്റു ഷെയറുകളുടെ എണ്ണം, അതായത് 200 ഇൻറ്റു 1,00,000, 2 കോടിയാണ് നമുക്കിവിടെ കിട്ടുന്ന തുക. ഈ 2 കോടിയെ പറയുന്ന പേരാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതായത് A ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2 കോടിയാണ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഷെയറുകളുടെ മൊത്തം മൂല്യം 2 കോടിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനികൾക്കും ഈ ഒരു സംഗതി ഉണ്ട്. ഏതൊരു സംഗതി? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇനി ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ അടിസ്ഥാനത്തിൽ കമ്പനികൾക്ക് ഒരു റാങ്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിക്ക് 1ാം റാങ്ക്, തൊട്ട് താഴെയുള്ള കമ്പനിക്ക് 2ാം റാങ്ക് എന്നിങ്ങനെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 100 റാങ്കുകൾ ലഭിച്ച കമ്പനികളുണ്ടല്ലോ, ഇത്തരം കമ്പനികളെ പറയുന്ന പേരാണ് ലാർജ് ക്യാപ്പ് കമ്പനികൾ. ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള 100 കമ്പനികളാണ് ഇവ. നമ്മുടെ റിലയൻസും ടാറ്റയും ഒക്കെ പോലെയുള്ള വമ്പന്മാരൊക്കെ ഈ ഒരു വിഭാഗത്തിലാണ് പെടുക. ഇനി 101 മുതൽ 250 വരെ റാങ്കിലുള്ള കമ്പനികളെ പറയുന്ന പേരാണ് മിഡ് ക്യാപ്പ് കമ്പനികൾ. ഇടത്തരം കമ്പനികളാണ് ഇവ. 251 മുതൽ മുകളിലോട്ടുള്ള റാങ്കിലുള്ള കമ്പനികളെ പറയുന്ന പേരാണ് സ്മോൾ ക്യാപ്പ് കമ്പനികൾ. പേര് പറയുന്ന പോലെ തന്നെ ഇവര് ചെറിയ ചെറിയ കമ്പനികളായിരിക്കും. സാധാരണഗതിയിൽ ഇവ ഒരുവിധമൊക്കെ പുതിയ കമ്പനികളായിരിക്കും. ഇവരുടെയൊക്കെ ബിസിനസ് ഗ്രോയിങ് സ്റ്റേജിലായിരിക്കും. വളർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവര് വളർന്ന് വമ്പനാകാനുള്ള ഒരുപാട് പൊട്ടൻഷ്യൽസ് ഒക്കെ ഇത്തരം കമ്പനികൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇവര് പെട്ടെന്ന് വളർന്ന് കയറുകയും ചെയ്യും. ചിലരൊക്കെ എന്താണ്, പെട്ടെന്ന് തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കമ്പനികളുടെ വളർച്ച വളരെ വേഗത്തിലായിരിക്കും. അതുപോലെ വീഴ്ച ഉണ്ടായാൽ വീഴ്ചയും വളരെ വേഗത്തിലായിരിക്കും. ഇങ്ങനത്തെ ഈ സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹയർ റിസ്ക് ആണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഹയർ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. അപ്പോൾ എന്താണ് സ്മോൾ ക്യാപ്പ് കമ്പനികൾ എന്ന് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇത്തരം സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ ഷെയറുകളിലേക്ക് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെ പറയുന്ന പേരാണ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ. ഈ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളുടെ റിസ്ക് ലെവൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഹയർ റിസ്ക് ലെവൽ എന്ന കാറ്റഗറിയിലാണ് ഇവ പെടുക. ഹൈലി വൊളാറ്റൈൽ ആയിരിക്കും ഇവ. ബുള്ളിഷ് മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് അടിച്ച് കയറുന്ന സമയത്ത് 70-80% ഒക്കെ ഗ്രോത്ത് ഉണ്ടാക്കും. 100% ഗ്രോത്ത് ഉണ്ടാക്കുന്ന കേസുകൾ വരെയുണ്ട്. ആര്? ഈ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ. എന്നാൽ ബിയറിഷ് മാർക്കറ്റിന് തകർച്ച ആരംഭിക്കുന്ന സമയത്ത് ഇവ ഒറ്റയടിക്ക് താഴോട്ട് വീഴും. ഇവയുടെ വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60%-80% ഒക്കെ ആയിരിക്കും.
അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഇവൻ കുത്തനെ റോക്കറ്റ് പോലെ മുകളിലോട്ട് പോകും, എന്നാൽ താഴേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ ഇവൻ താഴേക്ക് വരും. സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾക്ക്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നു, അങ്ങനെയാണെങ്കിൽ സ്മോൾ ക്യാപ് ഫണ്ടുകൾ നിക്ഷേപിക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ ആർക്കാണ് ഇത് നിക്ഷേപിക്കാൻ സാധിക്കുക? ഇപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും സ്മോൾ ക്യാപ് ഫണ്ടിൽ നിക്ഷേപിക്കാം, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്ന യോഗ്യതകളൊക്കെ ഉള്ള ആളുകൾ മാത്രം ഇത്തരം സ്മോൾ ക്യാപ് ഫണ്ടിലൊക്കെ നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഹൈ റിസ്ക് ടേക്കേഴ്സ്, വളരെ ഉയർന്ന റിസ്ക് എടുക്കാൻ സാധിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഏതവസ്ഥയിലും, മാർക്കറ്റ് മുകളിലോട്ട് പോയാലും കുത്തനെ വീണാലും വളരെ കാമായിട്ട് നിൽക്കാൻ സാധിക്കുന്ന ആളുകൾ, പാനിക് ആവാത്ത ആളുകൾ. അത് മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നവരും കൂടെ ആയിരിക്കണം. അതായത് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾക്കുള്ള ഇടമാണ് എന്നുള്ള കാര്യം ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ആളുകൾ, 10 വർഷത്തിനപ്പുറത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടും തീർന്നില്ല, നിലവിൽ ലാർജ് ക്യാപ് ഫണ്ടുകൾ, മിഡ് ക്യാപ് ഫണ്ടുകൾ, അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫണ്ടുകൾ, ഇവയിലൊക്കെ അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആളുകൾ ഇനിയും തീർന്നില്ല. ഏജ് 40-ൽ താഴെ ഉള്ളവരും ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ശേഷിയുള്ളവരും ആയിരിക്കണം. ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളും നിങ്ങൾക്ക് ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 1 അല്ല 2 കാര്യങ്ങളാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന തുകയുടെ 20% കൂടുതൽ ഒരിക്കലും സ്മോൾ ക്യാപ് ഫണ്ടിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാൻ പാടില്ല. പിന്നെ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ള മറ്റൊരു സജഷനാണ്, ഒരിക്കലും നിങ്ങൾ ഇത്തരം സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ലംസം ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താതിരിക്കുക. ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് SIP രീതിയിലുള്ള നിക്ഷേപങ്ങൾ ചെയ്യുക. ഇനി ലംസം നിർബന്ധമാണെങ്കിൽ അത് STP രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സീരിയസ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഒരു പ്രൊഫഷണൽ അഡ്വൈസറുടെ സഹായത്തോടു കൂടി അയാളുടെ സർവീസ് നമുക്കൊപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ജേണിയിൽ ഉടനീളം ഉണ്ടാകുമെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അല്ലാതെ വെറുതെ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. എന്ത് മണ്ടത്തരങ്ങൾ! ഈ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ ഒക്കെ പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കരമായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, കയ്യിലുള്ള തുക മൊത്തം എടുത്ത് ലംസമായിട്ട് ഒന്നും നോക്കാതെ ഇത്തരം ഫണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. വളരെ വലിയ അബദ്ധം, വളരെ വലിയ മണ്ടത്തരമൊക്കെ ആയിരിക്കും ഈ ചെയ്യുന്നത്. ശരിക്കും മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് വളരെ ഡിസിപ്ലിനോട് കൂടി ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ നിക്ഷേപങ്ങൾ നിർബന്ധമായിട്ടും ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം. അല്ലാതെ ഇതൊരു ഭാഗ്യ പരീക്ഷണമല്ല. മുൻകാല പെർഫോമൻസ് കണ്ട് അതിലേക്ക് ചാടി നിക്ഷേപിക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.